ഒരു വേദഭാഗം നമുക്ക് വായിക്കാം. ആർക്കെങ്കിലും ഒരാൾക്ക് ആ വേദഭാഗം വായിക്കാം. എബ്രായ ലേഖനം 2-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം ഒരാൾക്ക് ശബ്ദമുയർത്തി ഈ അവസരത്തിൽ വായിക്കാം. എബ്രായ ലേഖനം 2-ാം അധ്യായം 6-ാം വാക്യം. എന്നാൽ മനുഷ്യനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്ത്, മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്തുമാത്രം. മതി, പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഈ മനോഹരമായ രാത്രി സമയത്തിനായി അവിടുത്തെ പുണ്യനാമത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു, പുണ്യനാമത്തെ വാഴ്ത്തുന്ന കർത്താവേ. ഇന്ന് രാത്രി വായിച്ചതായിരിക്കുന്ന ദൈവവചനത്തിനായി സ്തോത്രം. ഈ വചനം ഇന്ന് രാത്രി ഞങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹത്തിനും സന്തോഷത്തിനും കാരണമായി തരുവാൻ കർത്താവ് ഇടയാക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈ ദൈവവചനം ഇന്ന് രാത്രി ഞങ്ങൾക്ക് ചിന്തിപ്പാൻ കൃപ ചെയ്യണമേ. മഹത്വം എടുക്കണം, അടിനെയും ബലപ്പെടുത്തണം, യേശുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. മനുഷ്യനെ ഓർക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഒന്നുകൂടെ ആ വാക്യം വായിക്കാമോ? വായിച്ചാട്ടെ. എന്നാൽ മനുഷ്യനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്ത്, മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്തുമാത്രം. മതി. മനുഷ്യനെ ഓർക്കുവാൻ മനുഷ്യന് എന്ത് ഉള്ളൂ എന്നാണ് ഇവിടെ എബ്രായ ലേഖനത്തിൽ നമുക്ക് വായിപ്പാനിടയായത്. ഞാൻ ചോദിക്കട്ടെ, ഈ വാക്യം വേദപുസ്തകത്തിൽ മറ്റെവിടെയെങ്കിലും ഉണ്ടോ? നിങ്ങളുടെ ഓർമ്മയിൽ ഈ വാക്യം തന്നെ മറ്റെവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞാൽ നന്നായിരിക്കും. ഓർക്കുന്ന കാര്യമായിരുന്നു ചിന്തിക്കാൻ പോകുന്നത്. പക്ഷേ ഈ വാക്യം ഇവിടെ അന്ന് നമ്മൾ വായിച്ചിട്ടുണ്ട്, പക്ഷേ മനുഷ്യൻ ഓർമ്മയില്ലാത്തവനാന്നുള്ളതിന്റെ ഒരു തെളിവും കൂടാണ് ഈ വാക്യം നമ്മൾ ഓർക്കുന്നില്ല. ഈ വാക്യം സങ്കീർത്തന ഭാഗത്ത് നിന്ന് എബ്രായ ലേഖനത്തിൽ എടുത്തെഴുതിയിരിക്കുകയാണ്. 8-ാമത്തെ സങ്കീർത്തനം ഒന്നെടുത്തേ. 8-ാം സങ്കീർത്തനം 4-ാം വാക്യം ഒന്ന് വായിച്ചേ. അതേ വാക്യം ഇവിടെയും നമുക്ക് കാണാൻ കഴിയും. ഒന്ന് വായിച്ചാട്ടെ. മർത്യനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്ത്, മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്തുമാത്രം. ആമേൻ. ഇനിയും ജീവിതത്തിൽ ഇത് മറക്കരുത് കേട്ടോ. എബ്രായ ലേഖനം 2-ാം അധ്യായം 6-ാം വാക്യം 8-ാം സങ്കീർത്തനത്തിൽ കാണാൻ കഴിയും. 8-ാം സങ്കീർത്തനത്തിന് 4-ാം വാക്യത്തിലാണ് ആ വാക്യം കാണുവാനായിട്ട് സാധിക്കുന്നത്. ഈ വാക്യത്തോടുള്ള ബന്ധത്തിൽ മനുഷ്യന് ഓർമ്മക്കുറവുണ്ട് എന്ന് നമുക്ക് ചിന്തിക്കുന്നതിൽ തെറ്റില്ല. മനുഷ്യനെ തന്നെ മറക്കുന്നതായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഓർത്തിരിക്കേണ്ട പലരും നമ്മെ ഓർക്കാതിരിക്കുന്നുവെന്നുള്ളത് വളരെ സങ്കടകരമായ കാര്യമാണ്, അല്ലേ? ഞാൻ കേട്ടിട്ടുണ്ട്, പലപ്പോഴും പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, ഈ പിരിയേണ്ട അവസരങ്ങൾ വരുമ്പോൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, നിന്നെ ഒരിക്കലും ഞാന് മറക്കത്തില്ല. അത് എത്രമാത്രം ശരിയാണെന്ന് നമുക്ക് തന്നെ അറിയാം. അല്ല, അത് നടക്കുന്ന കാര്യമല്ലല്ലോ. എല്ലാ സമയത്തും നമ്മളെ ആരെങ്കിലും ഓർത്തുകൊണ്ടിരിക്കുവോ? അതൊന്നും സാധ്യമായ കാര്യമല്ല. ഒരിക്കൽ ദാവീദ് താൻ എഴുതിയ സങ്കീർത്തനത്തിൽ അത് തന്നെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഒന്ന് വായിച്ചേ. 31-ാം സങ്കീർത്തനം ഒന്ന് എടുത്തേ. 31-ാം സങ്കീർത്തനത്തിന്റെ 12-ാം വാക്യം എന്താ പറയുന്നത്? ഒന്ന് വായിച്ചാട്ടെ. ദാവീദ് പറയുകയാണ്, വായിച്ചു.
മരിച്ചു പോയവനെ പോലെ എന്നെ മറന്നു കളഞ്ഞിരിക്കുന്നു. ഞാൻ മരിച്ചു പോയവനെ പോലെ എന്നെ എല്ലാവരും എന്ത് ചെയ്തിരിക്കുകയാണ്? മറന്നു കളഞ്ഞിരിക്കുകയാണ്. വായിച്ചേ. ഞാൻ ഒരു ഉടഞ്ഞ പാത്രം പോലെ ആയിരിക്കുന്നു. മതി. അപ്പൊ ദാവീദിന്റെ അനുഭവത്തിൽ താൻ പറയുകയാണ്, മരിച്ചു പോയവനെ പോലെ എന്നെ എല്ലാവരും എന്ത് ചെയ്തിരിക്കുന്നു? മറന്നിരിക്കുന്നു. നമുക്കറിയാം, ദാവീദിന് അപ്പനുണ്ട്, അമ്മയുണ്ട്, സഹോദരങ്ങളുണ്ട്, ബന്ധുമിത്രാദികളുണ്ട്, ചാർച്ചക്കാരുണ്ട്. എന്നാൽ ആ ദൈവഭക്തനായിരിക്കുന്ന ദാവീദ് ഈ സങ്കീർത്തനം എഴുതുന്ന അവസരത്തിൽ താൻ പറയുകയാണ്, മരിച്ചു പോയവനെ പോലെ എല്ലാവരും എത്തിയിരിക്കുന്നു, എന്നെ മറന്നിരിക്കുന്നു. അപ്പൊ ഈ വേദഭാഗങ്ങളൊക്കെ നാം ചിന്തിച്ചാൽ മനുഷ്യനെ മറക്കുന്നവരാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിന്റെ ലേഖനങ്ങളിൽ നാം നോക്കിയാൽ ദൈവദാസനായിരിക്കുന്ന പൗലോസ് മറ്റുള്ള വിശ്വാസികളെ ഓർക്കുന്ന ഒരു വ്യക്തിയായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. പറയുന്ന വാക്യങ്ങൾ ദയവായിട്ടെടുത്ത് വായിച്ചാൽ അത് നന്നായിരിക്കും. ഒന്ന് വായിച്ച് എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം നാം വായിച്ചാൽ, പൗലോസ് കാരാഗൃഹത്തിൽ കിടക്കുമ്പോൾ എഫേസോസിലുള്ളതായിരിക്കുന്ന ദൈവസഭയിലെ വിശ്വാസികളെ താൻ ഓർത്ത് പ്രാർത്ഥിക്കുന്നതായ ഒരു സ്വഭാവമുള്ളവനായിരുന്നുവെന്ന് കാണാൻ കഴിയും. ഒന്ന് വായിച്ചേ. നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ സ്തോത്രം ചെയ്ത് എന്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർത്തും കൊണ്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളുടെ താങ്ക് യു. അപ്പൊ ആ വാക്യത്തിൽ നമുക്ക് വായിക്കാൻ കഴിഞ്ഞത്, ഞാൻ എന്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നുവെന്നാണ്. ഒരു നല്ല മാതൃകയാണ് പൗലോസ് അവിടെ കാണിച്ചിരിക്കുന്നത്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നതായിരിക്കുന്ന ദൈവദാസന്മാരോടും എന്നെ ശ്രവിക്കുന്ന ദൈവമക്കളോടും എനിക്ക് പറയാനുള്ളത്, നമ്മുടെ കൂട്ടുവിശ്വാസികളെ, നമ്മുടെ ദൈവദാസന്മാരെ ഒക്കെ നാം ഓർത്ത് എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. കാരണം ദൈവം നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ഒരു ദൗത്യമാണ് നമ്മുടെ കൂട്ടുപ്രവർത്തകരെയും കൂട്ടുവിശ്വാസികളെയും എല്ലാം ഓർത്ത് നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണമെന്നുള്ളത്. നമുക്കറിയാം, എബ്രായ ലേഖനത്തിൽ 13-ാം അധ്യായം നമ്മൾ വായിച്ചു വരുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളോട് വചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ നിങ്ങൾ ഓർക്കണം എന്നവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. ഇവിടെ ഇന്ന് രാത്രി ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്നതായ പ്രിയപ്പെട്ടവരോട് കഴിഞ്ഞ നാളുകളിൽ വചനം സംസാരിച്ച അനേക ദൈവദാസന്മാരുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും ദൗത്യമാണ് അവരെ ഓർത്ത് നാം പ്രാർത്ഥിക്കണമെന്നുള്ളത്. ഇവിടെ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് കാരാഗൃഹത്തിന്റെ ഉള്ളിൽ തടവിലായിരിക്കുകയാണ്. തീർച്ചയായും തനിക്ക് ഒരുപാട് പരാതികളും ഒരുപാട് പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതൊന്നും തനിക്ക് വിഷയമല്ല. താന് എഫെസ്യ സഭയ്ക്ക് ലേഖനം എഴുതി അവരെ അറിയിക്കുകയാണ്, ഞാൻ ഇവിടെ കിടന്നുകൊണ്ടും ഈ കാരാഗൃഹത്തിലായിരിക്കുമ്പോഴും നിങ്ങളെ എൻ്റെ പ്രാർത്ഥനയിൽ ഞാൻ ഓർക്കുന്നുവെന്ന് അവിടെ കാണുവാൻ കഴിയും. അപ്പോൾ നാം പ്രാർത്ഥനയിൽ മറ്റുള്ളവരെ ഓർക്കണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അത് പൗലോസ് നമുക്ക് കാണിച്ചതായിരിക്കുന്ന നല്ല ഒരു മാതൃകയാണ്. വീണ്ടും നോക്കിക്കേ, ഫിലോമോന്റെ ലേഖനം 6-ാം വാക്യം ഒന്ന് നോക്കിക്കേ. അവിടെയും പൗലോസ്
ഫിലോമോനോട് കത്തെഴുതി പറയുമ്പോൾ താന് ഇതേ കാര്യം തന്നെ അവിടെയും പ്രസ്താവിച്ചിട്ടുണ്ട്. ഒന്ന് വായിച്ചാട്ടെ. ഫിലോമോന്റെ ലേഖനം 6-ാം വാക്യം. ക്രിസ്തുവിനായി സഫലമാകേണ്ടതിന് എന്റെ പ്രാർത്ഥനയിൽ നിന്നെ ഓർത്ത് എപ്പോഴും എന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മതി. ഫിലോമോനോട് പൗലോസ് പറയുകയാണ്, എന്റെ പ്രാർത്ഥനയിൽ ഞാൻ നിന്നെ എന്ത് ചെയ്യുന്നു? ഓർക്കുന്നു. അപ്പോൾ ദൈവമക്കളുടെ പ്രാർത്ഥനയിൽ മറ്റുള്ളവരെ ഓർക്കണമെന്നുള്ളതായ കാര്യം അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിന്റെ മാതൃകാപരമായ പ്രാർത്ഥനാ ജീവിതത്തിൽ നിന്ന് നമുക്കെല്ലാവർക്കും ഗ്രഹിപ്പാനായിട്ട് കഴിയും. എന്നാൽ ഇന്ന് രാത്രി നാം ചിന്തിക്കുന്ന ഭാഗം എന്ന് പറയുന്നത്, ആരെല്ലാം നമ്മെ മറന്നാലും, ആരെല്ലാം നമ്മെ ഓർക്കുന്നില്ല എങ്കിലും നാം ഭാരപ്പെടേണ്ട ആവശ്യമില്ല. നമ്മെ ഓർക്കുന്ന ഒരു ദൈവം നമുക്ക് വേണ്ടി ജീവിക്കുന്നുണ്ട്. എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, പലപ്പോഴും നാം ചിന്തിച്ചിരിക്കാം, ദൈവമേ എന്നെ ആരും ഓർക്കുന്നില്ലല്ലോ, എന്നെ എല്ലാവരും മറന്നുപോയല്ലോ എന്ന് ചിന്തിപ്പാൻ സാധ്യതയുള്ള ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിലും ഇന്ന് രാത്രി വചനത്തിന്റെ മുൻപിൽ ഞാൻ പറയട്ടെ, ആര് മറന്നാലും നമ്മെ മറക്കാത്തൊരു ദൈവമുണ്ട്. അതിനാണ് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യേണ്ടത്. നമ്മെ ഓർക്കുന്ന ദൈവം ഓർത്ത ചിലരെ കുറിച്ചാണ് ഇന്ന് രാത്രി തുടർന്ന് നാം ചിന്തിപ്പാനായിട്ട് പോകുന്നത്. അനേക ഭാഗങ്ങൾ ദൈവവചനം നാം പഠിക്കുമ്പോൾ ദൈവം ഓർത്ത അനേകരെ കുറിച്ച് ദൈവവചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ എന്റെ സമയപരിമിതിക്കുള്ളിൽ ചിലരെ സംബന്ധിച്ച് മാത്രം ഞാൻ ഓർപ്പിപ്പാനായിട്ട് താല്പര്യപ്പെടുകയാണ്. എടുത്താട്ടെ, ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ദൈവം ഓർത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവിടെ കാണാൻ കഴിയും. ആ വേദഭാഗം ഒന്ന് വായിച്ചാൽ. ദൈവം നോഹയെയും പുസ്തകത്തിലുള്ള സകല ജീവികളെയും സകല മൃഗങ്ങളെ ഓർത്തു. ദൈവം മതി. താങ്ക് യു. അവിടെ നമുക്ക് വായിപ്പാൻ കഴിയുന്നത്, പെട്ടകത്തിലുള്ളതായിരിക്കുന്ന നോഹയെയും സകല ജീവജാലങ്ങളെയും ദൈവം എന്ത് ചെയ്തു? ഓർക്കുവാനായിട്ടിടയായി. ഇതിന്റെ പശ്ചാത്തലം ഒന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ലെന്ന് എനിക്കറിയാം, എല്ലാവർക്കും അറിയാവുന്ന ഒരു ഭാഗമാണ്. ദൈവത്തിന്റെ കൃപ ലഭിച്ചതായിരിക്കുന്ന നോഹയോട് ദൈവം പറഞ്ഞു, നോഹേ, ഈ കാലത്ത് ജീവിക്കുന്ന സകല മനുഷ്യരും ദൈവത്തെ ദുഃഖിപ്പിക്കുന്നവരായി തീർന്നത് കൊണ്ട്, അവരുടെ നിരൂപണങ്ങൾ പോലും ദൈവത്തിന് ദുഃഖകരമായി തീർന്നിരിക്കുന്നത് കൊണ്ട്, ഈ ലോകത്തിലുള്ളതായിരിക്കുന്ന സകല മനുഷ്യരെയും ന്യായം വിധിച്ച് അവരെ നശിപ്പിക്കുവാനായിട്ട് ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. പക്ഷേ നിനക്ക് കൃപ ലഭിച്ചിരിക്കുകയാണ്. നീ ഒരു കാര്യം ചെയ്യണം. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ അത് കാണാൻ കഴിയും. നീ ഒരു കാര്യം ചെയ്യണം. നീ ഒരു പെട്ടകം പണിയുവാനിടയാകണം. 300 മുഴം നീളം, 50 മുഴം വീതി, 30 മുഴം ഉയരം, ഗോഫർ മരം കൊണ്ട് ഒരു പെട്ടകം നീ ഉണ്ടാക്കണം. അങ്ങനെ ദൈവത്തിന്റെ കൽപ്പന ലഭിച്ചതായിരിക്കുന്ന നോഹ ആ ദൈവം പറഞ്ഞതായിരിക്കുന്ന കാര്യത്തിൽ പൂർണ്ണമായി വിശ്വസിച്ചു. അന്നുവരെയും മഴ, ജലപ്രളയം എന്ന് പറയുന്നത് ഭൂമിയിൽ ഉണ്ടായിട്ടില്ല. പക്ഷെ ദൈവം പറഞ്ഞതിൽ നോഹ എന്ത് ചെയ്തു? പൂർണ്ണമായിട്ടത് വിശ്വസിച്ചു. അങ്ങനെ ഒരു ജലപ്രളയം ഉണ്ടാകുമെന്ന് നോഹ വിശ്വസിച്ചു. അതിന്റെ ഫലമായിട്ട് നോഹ എന്ത് ചെയ്തെന്നറിയാമോ? ഒരു പെട്ടകം പണിയുവാനായിട്ട് ആരംഭിച്ചു. അതൊക്കെ വളരെ രസകരമായ കാര്യമാണ്. ദൈവം പറഞ്ഞതായിരിക്കുന്ന അതേ മെഷർമെന്റ്, അതേ അളവിലാണ് നോഹ പെട്ടകം പണി ആരംഭിച്ചത്. അപ്പം ഗോഫർ മരം വെട്ടുവാനായിട്ട് ഏർപ്പാട് ചെയ്തു, അത് അറുത്ത് പലകകളാക്കുവാനായിട്ട് ഏർപ്പാട് ചെയ്തു, അത് പണിയുവാനായിട്ട് അതിലെ പണിക്കാരെ നിശ്ചയിച്ചു. ആ പറഞ്ഞ ആ സമയത്ത് തന്നെ
അതിനൊരു സ്ഥലം കണ്ടുപിടിച്ച് നോഹ എന്ത് ചെയ്യുകയാണ്? പെട്ടകം പണി ആരംഭിച്ചിരിക്കുകയാണ്. പക്ഷേ ആ പെട്ടകം പണിയുന്ന സ്ഥലത്തൊന്നും നോഹയെ കാണുന്നില്ല. നോഹ എന്ത് ചെയ്യുകയാണ്? പലയിടങ്ങളിലേക്ക് കടന്നു ചെന്ന് ഈ സദ്വർത്തമാനം അനേകരെ അറിയിക്കുകയാണ്. ഇതുപോലെ വലിയൊരു ജലപ്രളയം വരാൻ പോകുന്നു, അതുകൊണ്ട് ഒരു പെട്ടകം ഞാൻ പണിതുകൊണ്ടിരിക്കുകയാണ്. ആ വചനത്തിൽ വിശ്വസിച്ചു വരുന്നവർക്ക് പെട്ടകത്തിൽ കയറാം എന്നുള്ള ആ സദ്വർത്തമാനം അദ്ദേഹം വിളിച്ചു പറയുവാനായിട്ടിടയായി. പക്ഷേ നമുക്കറിയാം, ഒരു മനുഷ്യൻ പോലും ഈ പറഞ്ഞ കാര്യം വിശ്വസിച്ചില്ല. ആർക്കും അത് വിശ്വാസമായി പരിണമിച്ചില്ല. സമയമായി മഴ പെയ്യുവാനുള്ളതായിരിക്കുന്ന ലക്ഷണങ്ങളെല്ലാം ഉണ്ടായി. മഴ ആരംഭിച്ചു. അത് ആ സമയത്ത് നമുക്ക് കാണാം, നോഹയുടെ പെട്ടകത്തിലേക്ക് കടന്നു വരുന്നത് ഒരു കൂട്ടം മൃഗങ്ങളും ഇഴജാതികളും മറ്റ് ജീവജാലങ്ങളൊക്കെയാ. ഞാന് അതൊരു അത്ഭുതമായിട്ട് ചിന്തിക്കുകയാണ്. ആ സമയത്ത് നമുക്കൊന്ന് ഭാവനയിൽ കാണാം, നോഹയുടെ പെട്ടകത്തിന് മുമ്പിൽ വലിയൊരു ക്യൂവാ, അല്ലെ? രണ്ടാന ചെവിയെല്ലാം ഇങ്ങനെ ആട്ടി ആ പെട്ടകത്തിന് മുമ്പിൽ ഇങ്ങനെ വന്നു നിൽക്കുക. അതിന്റെ പുറകിൽ രണ്ട് സിംഹം, അതിന്റെ പുറകിൽ രണ്ട് കുറുക്കൻ, അതിന്റെ പുറകിൽ രണ്ട് കോഴി, അതിന്റെ പുറകിൽ രണ്ട് ചേര, അതിന്റെ പുറകിൽ രണ്ട് കീരി എന്ന് വേണ്ട, ഇതെല്ലാം ലൈനായി ക്യൂവായിട്ട് പെട്ടകത്തിന് മുമ്പിൽ നിൽക്കുകയാണ്. എന്തിനു വേണ്ടി? നോഹ പറയണം അകത്തോട്ട് പ്രവേശിച്ചോളാൻ. അതെല്ലാം അങ്ങനെ പറഞ്ഞു. അതെല്ലാം അതിന്റെ ഉള്ളിൽ കയറുവാനായിട്ടിടയായി. നോക്കിക്കേ, ഈ പെട്ടകത്തിനകത്തെ ഒരു സന്തോഷം ഒന്ന് ഓർക്കണം കേട്ടോ. ഞാൻ ചില ക്രമമായിട്ടാ പേരുകൾ പറഞ്ഞത്. ഇപ്പം കോഴിയും കുറുക്കനും അടുത്തടുത്തായിരിക്കുന്നത്, അല്ലേ? നമുക്ക് ആ കുറുക്കനോട് ചോദിക്കാം, ഇപ്പൊ നിനക്ക് കോഴിയോട് പ്രയാസമൊന്നും ഇല്ലല്ലോ, ഇപ്പൊ തിന്നണമെന്ന് തോന്നുന്നില്ലല്ലേ? കുറുക്കൻ പറയും, ഈ പെട്ടകത്തിന്റെ വാതിൽ വഴിയായിട്ട് ഞാൻ അകത്ത് കയറിയപ്പോൾ എന്റെ സ്വഭാവത്തിനെല്ലാം വലിയ വ്യത്യാസം ഉണ്ടായി. ഈ വൈരാഗ്യം ഉണ്ടായിരുന്നതും തിന്നണമെന്നുള്ളതായിരിക്കുന്ന താല്പര്യങ്ങളൊക്കെ എന്നെ വിട്ട് പോയിരിക്കുകയാ. പ്രിയപ്പെട്ടവരെ, യേശുവാകുന്ന വാതിൽ വഴിയായിട്ട് അകത്ത് വരുന്നവർക്ക് പിന്നെ വാശിയും വൈരാഗ്യവും ഒന്നും വെച്ചുകൊണ്ടിരിക്കാൻ കഴിയത്തില്ല കേട്ടോ. എല്ലാരും കൂടി ഒരുമിച്ചിരുന്നാണ് എന്തതിശയമേ ദൈവത്തിന് സ്നേഹം എത്ര മനോഹരം എന്നുള്ള പാട്ടൊക്കെ പാടി ഇങ്ങനെ പെട്ടകത്തിൽ കഴിഞ്ഞുകൂടുകയാണ്. അത് ഒരു വലിയ ദൈവ സ്നേഹത്തിന്റെ, ദൈവ സാന്നിധ്യത്തിന്റെ ഇടമായിട്ടാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. നോക്കിക്കേ, അവിടെ കാണാൻ കഴിയും, യഹോവ പെട്ടകത്തിന്റെ വാതിൽ അടച്ചു എന്നാണ് കാണാൻ കഴിയുന്നത്. നോഹ ചിലപ്പോ വിഷമിച്ച് കാണും, എന്റെ ദൈവമേ, ഈ കഴിഞ്ഞ വർഷങ്ങളെല്ലാം ഞാൻ പ്രസംഗിച്ച് നടന്നിട്ട് ഒരു മനുഷ്യൻ പോലും രക്ഷിക്കപ്പെട്ടില്ലല്ലോ എന്നുള്ള ആ വലിയ ഭാരം നോഹയ്ക്കുണ്ടായി കാണും. പക്ഷേ അത് ദൈവം കൈകാര്യം ചെയ്യുന്ന ഒരു വിഷയമാണ്. നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം, നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നതായ ശുശ്രൂഷ നാം ചെയ്യണമെന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നെങ്കിൽ അത് ചെയ്താൽ മതി. ബാക്കി കാര്യങ്ങൾ നമ്മുടെ ദൈവമാണ് ചെയ്യുന്നത് എന്നോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. ഞാൻ പ്രസംഗിച്ചിട്ട് പ്രയോജനമില്ല എന്ന് ഓർക്കണ്ട. ദൈവം ഏൽപ്പിച്ചതായിരിക്കുന്ന ദൗത്യം നമ്മൾ ചെയ്താൽ മതി. ബാക്കി കാര്യങ്ങൾ ദൈവം നിവർത്തിക്കുന്ന ദൈവമാണ്. എന്തുകൊണ്ടായിരിക്കാം യഹോവ പെട്ടകം അടയ്ക്കാൻ കാരണം? ദൈവത്തിനറിയാം, ഈ പെട്ടകത്തിന്റെ ചാവി ആ നോഹയുടെ കയ്യിൽ കൊടുത്താൽ ചിലപ്പോൾ നോഹ അതിനകത്ത് കയറ്റിയെന്ന് വരും. കാരണം ഈ മഴ ആരംഭിച്ചു, വെള്ളം പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്, മുട്ടറ്റം വെള്ളമായി എന്ന് കൂട്ടിക്കോ, തീർച്ചയായും പെട്ടകത്തിന്റെ പണി ചെയ്തവരൊക്കെ ഓടി വരും. ഞാനിങ്ങനെ ഭാവനയിൽ കാണുകയാ കേട്ടോ. ആശാരി വന്നേക്കാം, മരം വെട്ടിയ ആള് വന്നേക്കാം, ചാവി ഉണ്ടാക്കി കൊടുത്ത പണിക്കാരൻ വന്നേക്കാം. പറഞ്ഞു കാണും, സാറേ ഞാനല്ലേ പണി ചെയ്തത്, ഒന്ന് തുറന്നു തരുമോ
എന്ന് ചോദിച്ചാൽ നോഹ ചിലപ്പോൾ തുറന്നു കൊടുക്കും. അതുകൊണ്ടായിരിക്കാം ദൈവം ആ പെട്ടകത്തിന്റെ വാതിൽ അടയ്ക്കുവാനായിട്ടിടയായത്. ഞാൻ മടങ്ങി വരട്ടെ. വെള്ളം മേൽക്കുമേൽ ഉയരുവാനായിട്ടിടയായി. ആകാശത്തിന്റെ കിളിവാതിൽ തുറന്നു, ഭൂമിയുടെ ഉറവകൾ തുറന്നു, മഴ ആരംഭിച്ചു, വെള്ളം ചാടി പുറപ്പെട്ടു, വലിയ ജലപ്രളയം ഭൂമിയിൽ അതേ വന്നിരിക്കുകയാണ്. ഒരു കാര്യം ഓർത്തോണം, വെള്ളം പൊങ്ങുന്നതിനനുസരിച്ച് നോഹയും കുടുംബവും മുകളിലേക്ക് പൊങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇന്ന് രാത്രി ഞാൻ പറയാം, ആരാധിക്കുന്ന ദൈവജനത്തെ ദൈവം ഉയർത്തുന്ന ദൈവമാണ്. ഹല്ലേലൂയ. നോക്കിക്കേ, എല്ലാ പർവ്വതങ്ങൾക്കും മീതെ 15 മുഴം കൂടെ വെള്ളം ഉയർന്നെന്നാണ് നമുക്ക് വായിക്കാൻ കഴിയുന്നത്. ഇന്ന് രാത്രി ഞാൻ അതിൽ കൂടെ ഒരു ദൂത് പറയാം. ഈ പെട്ടകം നോഹയെ വഹിച്ചുകൊണ്ട് വെള്ളത്തിന്റെ മുകളിൽ കൂടെ ഇങ്ങനെ ഒഴുകി നടക്കുകയാണ്. എവിടെയും അടിസ്ഥാനമില്ല, എവിടെയാണ് ചെന്ന് നിൽക്കുന്നതെന്നും നോഹയ്ക്ക് അറിയില്ല. ഇന്ന് രാത്രി ഞാൻ പറയാം, ദൈവം നോഹയെ ഓർത്ത ദൈവമാണ്. ദൈവം ഓർത്ത ശേഷം എന്ത് സംഭവിച്ചെന്നറിയാമോ? പെട്ടകം ഉറയ്ക്കുവാനുള്ള പദ്ധതി ദൈവം തയ്യാറാക്കുവാനായിട്ടിടയായി. എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, എന്നെ കേൾക്കുന്ന ദൈവദാസനെ, ദൈവം എന്നെ നിങ്ങളെ ഓർത്താൽ നമ്മെ ദൈവം ഉറപ്പിക്കുന്ന ദൈവമാണെന്ന് മറക്കരുത്. ഇതുവരെയും അടിസ്ഥാനമില്ലാതെ ഈ വെള്ളത്തിന്റെ മുകളിൽ കൂടെ നോഹയും പെട്ടകം ഒഴുകി നടന്നതുപോലെ നമ്മുടെ ജീവിതം ഒരു ഒഴുകി നടക്കുന്ന അനുഭവത്തിലാണ് ഇരിക്കുന്നതെങ്കിൽ ഇന്ന് രാത്രി ഒരു ദൈവത്തിന്റെ ദൂത് ഞാൻ പറയാം. നമ്മെ ദൈവം ഒരു സ്ഥലത്ത് ഉറപ്പിക്കുന്നതായ ഒരു സമയം വരാൻ പോകുന്നുണ്ട്. എന്നാൽ അതിനു മുൻപായി ദൈവം നമ്മെ ഓർക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. നമുക്ക് തുടർന്ന് കാണാൻ കഴിയും, പെട്ടകത്തിന്റെ അവസ്ഥകൾക്ക് വ്യത്യാസം വരികയാണ്. ആകാശത്തിന്റെ കിളിവാതിലുകൾ അടഞ്ഞു, ആ ഭൂമിയുടെ ഉറവുകൾ നിന്നുപോയി, മഴ നിന്നുപോയി. ഇതെല്ലാം നോഹയെ ഓർത്ത ശേഷം നടന്ന സംഭവമാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയട്ടെ, അരരാത്ത് പർവ്വതത്തിന്റെ മുകളിൽ പെട്ടകം ഉറയ്ക്കുവാനായിട്ടിടയായി. ദൈവം നമ്മെ ഓർത്താൽ എന്താണ് അതിന്റെ ഫലമെന്ന് ഇതിൽ നമുക്ക് ഗ്രഹിപ്പാൻ കഴിയും. എന്നെയും നിങ്ങളെയും അത് ഉറപ്പിക്കേണ്ട സ്ഥാനത്ത് ദൈവം നമ്മെ ഉറപ്പിക്കുമെന്നുള്ളതാണ് ഇതിലൂടെ നമുക്ക് ഗ്രഹിപ്പാനായിട്ട് കഴിയുന്നത്. ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതലേ, ദൈവം നിന്നെ ഓർക്കുന്ന ദൈവമാണ്. നിന്റെ മാതാപിതാക്കൾ നിന്നെ മറന്നിരിക്കട്ടെ, സ്വന്തം സഹോദരങ്ങൾ മറന്നിരിക്കട്ടെ, നിന്റെ കൂട്ടുവിശ്വാസികൾ നിന്നെ മറന്നിരിക്കട്ടെ, നിന്റെ സ്നേഹിതർ നിന്നെ മറന്നിരിക്കട്ടെ. പക്ഷേ നിരാശപ്പെടണ്ട, ഭാരപ്പെടണ്ട. ഓർക്കുന്നൊരു ദൈവം നമുക്ക് വേണ്ടി ജീവിക്കുന്നുണ്ട്. ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. നമ്മെ ഓർക്കുന്ന ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നോഹയെ ഓർക്കുന്ന ഒരു ദൈവം, ദൈവത്തിന് സ്തോത്രം. അടുത്തതായിട്ട് നമുക്ക് വായിക്കാം ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം അതിന്റെ 29-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം 29-ാമത്തെ വാക്യം വായിക്കും. എന്നാൽ ആ പ്രദേശത്തിലെ പട്ടണങ്ങളെ നശിപ്പിക്കുമ്പോൾ ദൈവം അബ്രഹാമിനെ ഓർത്ത് ലോത്ത് പാർത്ത പട്ടണങ്ങൾക്ക് ഉന്മൂലനാശം വരുത്തുകയിൽ ലോത്തിനെ ആ ഉന്മൂലനാശത്തിൽ നിന്ന് വിടുവിച്ചു. താങ്ക് യു. ഇവിടെ ദൈവം അബ്രഹാമിനെ ഓർത്തു എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിന്റെ പശ്ചാത്തലവും നമുക്കറിയാവുന്ന ഒരു ഭാഗമാണ്. സൊദോം ഗൊമോറയെ ദൈവം നശിപ്പിക്കുവാനായി തീരുമാനിച്ചപ്പോ ദൈവം ആരെയാണ് ഓർത്തെന്നറിയാമോ? അബ്രഹാമിനെ ഓർക്കുവാനായിട്ടിടയായി. അതിനൊരു കാരണമുണ്ട്. അബ്രഹാമിന്റെ സഹോദരനായിരിക്കുന്ന ലോത്ത് ഇപ്പോൾ വരെയും വാർത്തുകൊണ്ടിരുന്നത് എവിടെയായിരുന്നു? സൊദോം ഗൊമോറ എന്ന പട്ടണത്തിലാണ് പാർത്തുകൊണ്ടിരുന്നത്. സൊദോം ഗൊമോറ എന്ന് പറയുന്നത് 2 പട്ടണങ്ങളുടെ പേരാ. ഒരിക്കലും ഒരു ദൈവദാസൻ യോഗത്തിൽ വിളിച്ചു ചോദിച്ചു, സൊദോം ഗൊമോറ എന്ന് പറഞ്ഞാൽ എന്താണ്? ആരാണ്ട് പറഞ്ഞു, അത് 2 സഹോദരന്മാരുടെ പേരാണ് എന്ന് പറയാനിടയായി. വേദപുസ്തകം നിശ്ചയമില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ പറയുവാനായിട്ടിടയായത്. നമ്മുടെ
ഈ സിയോൻ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൂടെ വളരെ ശക്തന്മാരായ ദൈവദാസന്മാര് വചനം പഠിപ്പിക്കുന്നു എന്നുള്ളത് നമ്മുടെ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒരു വലിയ പ്രശംസാ വിഷയമാണ്. പഠിക്കുന്നതായിരിക്കുന്ന സ്റ്റുഡൻസ് അത് പഠിക്കുന്നത് വളരെ അനുഗ്രഹമാണ്. അല്ല എങ്കിൽ ഇങ്ങനെയുള്ളതായിരിക്കുന്ന അബദ്ധങ്ങളൊക്കെ ചിലപ്പോൾ വന്നെന്നിരിക്കും. നമ്മുടെ വീട്ടിൽ തന്നെ ഇരുന്നു കൊണ്ട് ദൈവവചനം പഠിക്കുവാനുള്ളതായിരിക്കുന്ന ക്രമീകരണം ദൈവം ഒരുക്കി തന്നിരിക്കുമ്പോൾ അതാരും നിസ്സാരമായിട്ട് കണക്ക് കൂട്ടരുത്. അത് വലിയ അനുഗ്രഹമാണ് എന്ന് ഓർക്കേണ്ടതാണ്. അതായത് ഒരിക്കലും ഒരു ദൈവദാസൻ വചനം അറിയാതെ ഓർക്കാതെ പറഞ്ഞുപോയി, പത്രോസ് വിവാഹം കഴിച്ചില്ലാത്ത അല്ലെങ്കിൽ വിവാഹിതനല്ലാത്ത ഒരാളായിരുന്നുവെന്ന്. പത്രോസ് വിവാഹം കഴിച്ചില്ലെന്ന് പറഞ്ഞ് പ്രസംഗിച്ചു. അപ്പോൾ കേൾവിക്കാരിൽ ഒരാൾ വിളിച്ചു ചോദിച്ചു, പിന്നെ പത്രോസിന്റെ അമ്മാവിയമ്മ പനി പിടിച്ചു കിടന്നപ്പോൾ യേശു അവളെ സൗഖ്യമാക്കി എഴുതിയിട്ടുണ്ടല്ലോ എന്ന് ചോദിപ്പാനിടയായി. അപ്പോൾ അദ്ദേഹം അവിടെ രക്ഷപ്പെട്ടതിന്റെ ഒരു കാര്യം ഇതാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ പറഞ്ഞത് 1 പത്രോസിനെ കുറിച്ചാണ് പറഞ്ഞത്, 2 പത്രോസാണ് വിവാഹം കഴിച്ചത് എന്ന് പറഞ്ഞ് രക്ഷപ്പെട്ടു എന്ന് ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ദൈവവചനം പഠിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതിനുള്ള അവസരങ്ങൾ ഒരുക്കുന്ന ദൈവദാസനെയൊക്കെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ലോത്ത് പാർത്തതായിരിക്കുന്ന ദേശത്തെ ജനങ്ങൾ ദൈവത്തിന് വിരോധമായി പാപം ചെയ്തതുകൊണ്ട് ദൈവം തീരുമാനിച്ചു ആ പട്ടണത്തെ നശിപ്പിച്ചു കളയുവാൻ. എന്നാൽ അബ്രഹാം ഇതറിഞ്ഞ ശേഷം എന്ത് ചെയ്തെന്നറിയാമോ? ആ പട്ടണത്തിന് വേണ്ടി പ്രാർത്ഥിപ്പാനായിട്ടിടയായി. ആ പട്ടണത്തിന് വേണ്ടി മധ്യസ്ഥത ചെയ്യുവാനായിട്ടിടയായി. ദൈവത്തോട് അബ്രഹാം ചോദിച്ചു, ദൈവമേ, 50 നീതിമാന്മാർ ആ പട്ടണത്തിലുണ്ടെങ്കിൽ നീ ആ പട്ടണത്തെ നശിപ്പിക്കുമോ? ദൈവം പറഞ്ഞു, ഒരിക്കലുമില്ല. വീണ്ടും ചോദിക്കുന്നു, 45 പേരുണ്ടെങ്കിൽ നീ അതിനെ നശിപ്പിക്കുമോ? ദൈവം പറഞ്ഞു, നശിപ്പിക്കത്തില്ല. അങ്ങനെ പറഞ്ഞു വന്നപ്പോൾ അബ്രഹാമിന് മനസ്സിലായി അവിടെ ഒരു നീതിമാൻ പോലുമില്ല എന്ന് താൻ ഗ്രഹിച്ചു. ദൈവം തീരുമാനിച്ചു ആ പട്ടണത്തെ പൂർണ്ണമായി നശിപ്പിച്ചു കളയുവാൻ. ഇന്ന് രാത്രി ദൈവമക്കൾ ഓർക്കണം, ദൈവസന്നിധാനത്തിൽ മനുഷ്യന്റെ പാപം അതേ കഠോരമായി തീരുമ്പോൾ ദൈവം ന്യായവിധി നടത്തുന്ന ദൈവമാണ് എന്ന് നാം ഒരിക്കലും മറന്നു പോകരുത്. പക്ഷേ അബ്രഹാമിനെ പോലെ ആത്മാക്കൾ വിടുവിക്കപ്പെടുവാൻ, പട്ടണങ്ങൾ വിടുവിക്കപ്പെടുവാൻ, ദേശം രക്ഷപ്പെടുവാൻ, ദൈവമക്കളെ ദൈവം പ്രാർത്ഥിപ്പാൻ, മധ്യസ്ഥത വഹിക്കുവാൻ ദൈവം അവരെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തമാണ്. ഇന്ന് രാത്രി ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ ചുറ്റുപാടുള്ള ദേശത്തിനായി, നശിച്ചു പോകുന്ന ആത്മാക്കൾക്കായി, പാപം ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ജനതയ്ക്കായി ദൈവമക്കളെ നാം പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. രാത്രിയുടെ വിനാഴികകളിൽ എഴുന്നേറ്റിരുന്ന് കണ്ണുനീരോട് നാം പ്രാർത്ഥിക്കുമ്പോൾ ദേശം വിടുവിക്കപ്പെടുവാനായിട്ടിടയാകും. ദൈവം അവിടെ ഓർത്തത് ആരെയാണ്? അബ്രഹാമിനെ ഓർക്കാനിടയായി. എന്താണ് അബ്രഹാമിനെ ഓർക്കുവാൻ കാരണം? ദൈവസന്നിധാനത്തിൽ മധ്യസ്ഥത വഹിച്ചതുകൊണ്ട്, ദൈവസന്നിധാനത്തിൽ പ്രാർത്ഥിച്ചതുകൊണ്ട് ദൈവം അബ്രഹാമിനെ ഓർക്കുവാനായിട്ടിടയായി. നോഹയെ ഓർത്ത ദൈവം ഇവിടെ ഓർത്തത് ആരെയാണ്? അബ്രഹാമിനെ ഓർത്തു. എന്തുകൊണ്ട്? പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തനായതുകൊണ്ട്. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, പ്രാർത്ഥിക്കുന്ന ഒരു ദൈവദാസനെ, പ്രാർത്ഥിക്കുന്ന ഒരു ദൈവമൈതലിനെ ദൈവം മറക്കുന്ന ദൈവമല്ല. പ്രാർത്ഥിക്കുന്ന ദൈവമൈതലെ ദൈവം നിന്നെ ഓർക്കുന്ന ദൈവമാണ് എന്ന് ഈ അവസരത്തിൽ ഞാൻ ദൈവജനത്തെ ഓർപ്പിക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ശക്തമായി നമ്മുടെ പ്രാർത്ഥനയിൽ നമുക്ക് തുടരാം. ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. മദ്യം ഉപയോഗിച്ച്, മയക്കുമരുന്നുകൾ ഉപയോഗിച്ച് പാപത്തിന്റെ പടുകുഴിയിൽ ജീവിക്കുന്ന യൗവനക്കാരായ പ്രിയപ്പെട്ടവർ നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട്. അനേകം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ നരകത്തിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒരു കാര്യം പറയട്ടെ, അവരെ ഓർത്ത് പ്രാർത്ഥിപ്പാനുള്ളതായിരിക്കുന്ന ദൗത്യം
എന്നെയും നിങ്ങളെയും ദൈവം ഭരമേൽപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ശക്തമായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ ഓർക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അടുത്തതായിട്ട് ലൂക്കോസിന്റെ സുവിശേഷം എടുക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായം 42-43 വാക്യങ്ങൾ ഒന്ന് വായിച്ചാട്ടെ. ലൂക്കോസ് സുവിശേഷം 23-ാം അധ്യായം 42-43 വാക്യങ്ങൾ. പിന്നെ അവൻ യേശുവേ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമേ എന്ന് പറഞ്ഞു. യേശു അവനോട്, ഇന്ന് നീ എന്നോട് കൂടെ പർദീസയിൽ ഇരിക്കുമെന്ന് ഞാൻ സത്യമായി നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. മതി, താങ്ക് യു. ഇവിടെ ദൈവം ഓർക്കുന്ന, അല്ലെങ്കിൽ കർത്താവ് ഓർക്കുന്ന ഒരു മനുഷ്യനെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും. നമ്മുടെ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു ക്രൂശിന്മേൽ തറയ്ക്കപ്പെട്ട് കിടക്കുമ്പോൾ കർത്താവിന്റെ വലത്തും ഇടത്തുമായി ക്രൂശിക്കപ്പെട്ടതായിരിക്കുന്ന 2 കള്ളന്മാരെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവര് രണ്ടുപേരും ക്രൂശിൽ തറയ്ക്കപ്പെടുവാൻ കാരണം അവരുടെ ജീവിതത്തിന്റെ തെറ്റുകൾ നിമിത്തമാണ്. അവർ കുറ്റവാളികളായി തീർന്നതുകൊണ്ടാണ് അവർ ക്രൂശിക്കപ്പെടുവാനിടയായത്. എന്നാൽ 2 കള്ളന്മാരുടെയും നടുവിൽ ഒരു വ്യക്തിയെ നമുക്ക് കാണുവാൻ കഴിയും. അത് നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവാണ്. യാതൊരു പാപവും ചെയ്യാത്ത, യാതൊരു കുറ്റവും ചെയ്യാത്ത നസ്രയനായിരിക്കുന്ന യേശുവിനെ കള്ളന്മാരുടെ നടുവിൽ ക്രൂശിച്ചിരിക്കുന്നത് എന്തിനാണ് എന്ന് നാം മറന്നു പോകരുത്. പാപമില്ലാത്ത, പാപം ചെയ്യാത്ത, പാപമറിയാത്ത യേശു ക്രൂശിക്കപ്പെട്ടത് നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ്. അവനൊരു ശരീരമെടുത്തത് നമ്മുടെ പാപം ചുമക്കുവാൻ വേണ്ടിയാണ്. ആ ശരീരത്തിൽ രക്തമുണ്ടായത് നമ്മുടെ പാപത്തെ കഴുകുവാൻ വേണ്ടിയാണ്. ഇന്ന് രാത്രി ആ ഗോൽഗോഥാ മുകളിലേക്ക് നാം നോക്കുമ്പോൾ 2 കള്ളന്മാരുടെ നടുവിൽ ക്രൂശിക്കപ്പെട്ടവനായിരിക്കുന്ന യേശുവിനെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. തലയിൽ മുൾമുടി അടിച്ച്, കൈകാലുകളിൽ നീണ്ട ഇരുമ്പാണികൾ തറയ്ക്കപ്പെട്ട്, വിലാപ്പുറം കുന്തത്താൽ കുത്തി തുറക്കപ്പെട്ട്, അത് കണ്ടാൽ ആളല്ലാത്ത നിലയിൽ ക്രൂശിന്മേൽ സ്വന്തം തോളിന്മേൽ തലയാഴ്ച കിടക്കുന്ന ആ യേശുവിനെ ഇന്ന് രാത്രി നാം ഓർത്ത് ധ്യാനിക്കേണ്ടതാണ്. എന്തിനാണ് യേശു മരിച്ചത്? നമ്മെ പാപത്തിൽ നിന്ന് വിടുവിക്കുവാൻ. ഈ അവസരത്തിൽ എനിക്ക് എന്റെ അനുഭവത്തിൽ നിന്ന് പറയുവാനായിട്ട് ഒരു പ്രത്യേക കാര്യമുണ്ട്. എന്റെ 13-ാമത്തെ വയസ്സിൽ എന്റെ കർത്താവിനെ എനിക്ക് രക്ഷകനായി സ്വീകരിക്കുവാനായിട്ടിടയാണ്. അതൊരു സൺഡേ സ്കൂളിൽ വെച്ചായിരുന്നു. എന്നാൽ ആ സമയത്ത് ഞങ്ങളുടെ ചർച്ചിൽ ഒരാഴ്ചത്തെ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയായി. 1971 സെപ്റ്റംബർ മാസം 28-ാം തീയതി രാത്രി ആ യോഗത്തിൽ ഒരു ബാലനായി ഏറ്റവും മുൻനിരയിൽ ഞാനിരിക്കുമ്പോൾ സിയോൻ സഞ്ചാരി ഞാൻ യേശുവിൽ ചാരി ഞാൻ എന്ന പാട്ട് പാടി ദൈവദാസൻ പറഞ്ഞു. എല്ലാവരും കണ്ണുകൾ അടച്ചിരുന്ന് പാടി ദൈവത്തെ ആരാധിക്കുക. അങ്ങനെ ഞാൻ എന്റെ മുൻപിൽ ഒരു വലിയ പ്രകാശം പ്രത്യക്ഷപ്പെടുവാനായിട്ടിടയാണ്. ഞാൻ എവിടെയാണ് ഇരിക്കുന്നതായിരിക്കുന്ന ആ ബോധം എനിക്കില്ലാതെയായിട്ട് ആ പ്രകാശ വലയത്തിനുള്ളിൽ ഞാൻ എത്തിച്ചേർന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്റെ മുൻപിൽ എനിക്ക് കാണുവാനിടയായത് യേശു ക്രൂശിന്മേൽ കിടന്നുകൊണ്ട് പിടഞ്ഞു മരിക്കുന്ന കാഴ്ചയാണ് കാണുവാനിടയായത്.
തലയെ ഇങ്ങനെ ചായ്ച്ച് സ്വന്തം തോളിന്മേൽ തലയായിച്ച് മരിക്കും ആ യേശുവിന്റെ ദർശനം എന്റെ ആ ബാല്യപ്രായത്തിൽ എനിക്ക് കാണുവാനായിട്ട് ദൈവം സഹായിച്ചു. ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് അലറി കരയുവാനിടയായി. എനിക്ക് വേണ്ടി പിടഞ്ഞു മരിച്ചതായിരിക്കുന്ന യേശുവിനെ ഓർത്ത് ഞാൻ അലറി കരയുന്ന സമയത്തിൽ, ദൈവത്തെ സ്തുതിക്കുന്ന ആ സന്ദർഭത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ എന്റെ ദൈവം എന്നെ നിറച്ചു. അന്യഭാഷകളിൽ കൂടെ ഞാൻ ദൈവത്തെ ആരാധിക്കുവാനായിട്ടിടയായി. ഇന്ന് രാത്രി ഞാൻ ഓർക്കുന്നു, കഴിഞ്ഞ 6 വർഷങ്ങൾ കർത്താവിന്റെ വേലയിൽ ആയിരിക്കുന്ന സന്ദർഭങ്ങളിൽ വിശ്വാസ ജീവിതത്തിൽ നിന്ന് അകന്നു പോകുമോ എന്ന് ഭയപ്പെട്ടതായിരിക്കുന്ന സന്ദർഭങ്ങളിലൊക്കെ എന്നെ ഉറപ്പിച്ചു നിർത്തിയത് ആ ക്രൂശിന്റെ ദർശനമായിരുന്നുവെന്ന് ഞാൻ ഇന്ന് രാത്രി ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ ക്രൂശിന്റെ 2 ഭാഗങ്ങളിൽ കിടക്കുന്ന ആ കള്ളന്മാർ, അത് ഒരുത്തൻ യേശുവിനെ നിന്ദിച്ചപ്പോൾ മറ്റവൻ പറഞ്ഞു, നാം ചെയ്തതായിരിക്കുന്ന കുറ്റത്തിന് പകരമായിട്ടാണ് നമ്മൾ ശിക്ഷ അനുഭവിക്കുന്നത്, ഇവനോ യാതൊരു കുറ്റവും ചെയ്തില്ല എന്ന് പറയുവാനായിട്ടിടയായി. അതിനോടുള്ള ബന്ധത്തിൽ അവൻ പറഞ്ഞു, കർത്താവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർക്കണമേ എന്നവൻ ക്രൂശിൽ കിടന്നുകൊണ്ട് പറഞ്ഞു. നോഹയെ ഓർത്ത ദൈവം, അബ്രഹാമിനെ ഓർത്ത ദൈവം ഇതാ ആ കള്ളനോട് മറുപടി പറയുകയാണ്, ഇന്ന് നീ എന്നോട് കൂടെ പറുദീസായിരിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിന്നോട് പറയും. കർത്താവിന് അങ്ങനെ സത്യം ചെയ്ത മനുഷ്യരല്ലേ സത്യം ചെയ്ത് സാധാരണ പറയുന്നത്? നാളെ വരുമോ എന്ന് നമ്മളോട് ആരെങ്കിലും ചോദിച്ചാൽ നമ്മൾ പറയും സത്യമായിട്ടും വരും. എന്നാൽ കർത്താവിന് അങ്ങനെ സത്യം ചെയ്ത് പറയേണ്ട ആവശ്യമില്ല. കർത്താവ് ഉവ്വെന്ന് പറഞ്ഞാൽ ഉവ്വ്, ഇല്ലെന്ന് പറഞ്ഞാൽ ഇല്ല. പക്ഷേ ഞാൻ ചിന്തിച്ചത്, ഇവനൊരു കള്ളനാ, ഇവൻ ആരെയും വിശ്വാസമില്ല. അതുകൊണ്ടായിരിക്കാം കർത്താവ് പറഞ്ഞത്, സത്യമായിട്ട് ഞാൻ പറയുന്നു, ഇന്ന് നീ എന്നോട് കൂടെ എന്ത് ചെയ്യും? പറുദീസായിലിരിക്കും. ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട് കേട്ടോ, ഈ കള്ളൻ മരിക്കാതെ ക്രൂശിൽ നിന്ന് ഇറങ്ങി വന്നെന്നിരിക്കട്ടെ, അവൻ രക്ഷിക്കപ്പെട്ട് അപ്പോസ്തലന്മാരോട് ചേർന്ന് അവൻ സുവിശേഷമൊക്കെ പറഞ്ഞ് നടന്നിരിക്കട്ടെ, അവൻ ഒരു സുവിശേഷകനായി ഒരു സഭയുടെ പാസ്റ്ററായി എന്ന് ചിന്തിച്ചേ. എന്നാലും മനുഷ്യൻ ഇവനെ വിളിക്കുന്നത് എന്തുവാ? കള്ളനെന്ന, അല്ലേ? ഈ മനുഷ്യന്റെ ഒരു കാര്യമാണ്, പഴയ കാര്യങ്ങളൊന്നും അവർ മറക്കത്തില്ല. ദൈവം ക്ഷമിച്ചാലും മനുഷ്യൻ പല കാര്യങ്ങളും എന്ത് ചെയ്യത്തില്ല? ക്ഷമിക്കില്ല. ഇദ്ദേഹം ഒരു സഭയിൽ നിന്ന് ട്രാൻസ്ഫർ ആയിട്ട് മറ്റൊരു സഭയിലോട്ട് ചെല്ലാനിരിക്കുകയാണ് കുട്ടിക്ക്. ഇതെല്ലാം ഭാവനയാ കേട്ടോ. അപ്പം ആൾക്കാർ ചോദിക്കുക, ഇങ്ങോട്ട് ഇനി വരുന്നത് ആരാന്ന് ചോദിച്ചാൽ എന്നാ പറയും? ആ കള്ളനുപദേശിയാണ് ഇനി ഇങ്ങോട്ട് വരാൻ പോകുന്നതെന്ന് തീർച്ചയായും പറഞ്ഞേനും. ഏതായാലും അതിലൊന്നും ഇടവരാതെ അവൻ അന്നേ പറുദീസയിൽ പോയത് നന്നായെന്നാണ് എൻ്റെ അഭിപ്രായം. അത് പറയാനായിട്ടാണ് ഞാനിത് പറഞ്ഞത്. അപ്പോൾ ഈ കള്ളനെ ഇപ്പോൾ ഓർക്കാൻ ആരുമില്ല. ഒരുപക്ഷെ നാളുകളായി അവൻ ജയിലിൽ കിടന്നവനായിരിക്കാം. അവന്റെ മാതാപിതാക്കളും അവന്റെ കൂട്ടു സഹോദരങ്ങളും അവന്റെ പ്രിയപ്പെട്ടവരൊക്കെ അവനെ വെറുത്ത് കാണും, മറന്നു കാണും. അവൻ യേശുവിനോട് പറയുകയാണ്, കർത്താവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ കൂടെ എന്ത് ചെയ്യണം? ഓർക്കണം. അവിടെ ഒരു ചിന്തയുണ്ട് കേട്ടോ. കള്ളനായിട്ടും ഇവന് യേശു രാജ്യത്വം പ്രാപിച്ചു വരുമെന്ന് എങ്ങനെ അറിഞ്ഞെന്നുള്ളതാ എന്റെ ചിന്ത, അല്ലേ? ജീവിതകാലം മുഴുവനും മോഷണം നടത്തി കട്ടു നടന്ന് ഇവൻ ജയിലിൽ കിടക്കുക. ഇപ്പം ഇവൻ എങ്ങനെ മനസ്സിലാക്കി യേശു രാജാവായിട്ട് വരുമെന്ന്, രാജ്യത്വം പ്രാപിക്കുമെന്ന് ഇവൻ എങ്ങനെ പിടികിട്ടി?
അപ്പൊ ഒരു ദൈവദാസൻ പറഞ്ഞ കാര്യം ഞാൻ എടുത്തു പറയുക കേട്ടോ. ഈ സന്ധ്യയാകുമ്പോ അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങും, ഈ കട്ട് നടന്ന സന്ദർഭത്തിലെ മോഷ്ടിക്കാൻ പോകുമ്പോ. അപ്പം സന്ധ്യയ്ക്കൊന്നും ഓടിക്കയറി ചെന്നൊരു വീട്ടിൽ നിന്ന് മോഷണം നടത്താൻ ഒക്കത്തില്ലല്ലോ. അപ്പം ആൾക്കാരൊക്കെ ഉറങ്ങാനായിട്ട് സമയമെടുക്കും. അങ്ങനെ പോകുന്ന കൂട്ടത്തിലായിരിക്കാം യേശു നടത്തിയ യോഗങ്ങളിലൊക്കെ ഇവൻ എന്ത് ചെയ്ത് കാണാം, കയറി സംബന്ധിച്ച് കാണും. അമ്മങ്ങനെ ഇരുന്നപ്പോഴായിരിക്കും ഇവന് പിടികിട്ടിയത്. കർത്താവ് പറഞ്ഞത്, ഞാൻ രാജാവായിട്ട് വരും, രാജാവായിട്ട് രാജ്യത്വം ഏറ്റെടുക്കും. അപ്പൊ അന്ന് കിട്ടിയ വചനം ഇപ്പോഴും ഉള്ളിൽ ഉണ്ട്. അതാണ് അതിന്റെ ശരി. തീർച്ചയായും ദൈവമക്കളെ, ഒരു കള്ളനെ പോലും മറന്നു പോകാതെ ഓർക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. ഇംഗ്ലണ്ടിൽ ഒരു ചർച്ചിൽ അനുഗ്രഹിക്കപ്പെട്ട യോഗം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഒരു കള്ളൻ അതുവഴി കക്കാനായിട്ട്, മോഷണം നടത്താനായിട്ട് ആ വഴി പോയപ്പോൾ ആ ചർച്ചിൽ ഒരു വലിയ ക്ലോക്ക് തൂക്കിയിട്ടുണ്ട്. സമയം എന്താണെന്ന് അറിയാൻ വേണ്ടി ആ ചർച്ചിന്റെ ഫ്രണ്ട് ചെന്നപ്പോൾ അന്ന് രാത്രി ആ പാസ്റ്റർ പ്രസംഗിച്ചുകൊണ്ടിരുന്നത് ക്രൂശിക്കിടന്ന കള്ളനെ കുറിച്ചാണ്. അപ്പോ കള്ളൻ രക്ഷിക്കപ്പെട്ടെന്നൊക്കെ പറയുന്നത് ഇവനിങ്ങനെ മുറ്റത്ത് കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. സമയം നോക്കാൻ പോയതാണ്. അപ്പൊ പറഞ്ഞു, ഈ കള്ളനും രക്ഷയുണ്ട് എന്ന് ദൈവദാസൻ പ്രസംഗിച്ചത് കേട്ടപ്പോൾ ഈ സമയം നോക്കാൻ ചെന്ന കള്ളൻ രക്ഷിക്കപ്പെട്ടു എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിന്റെ അർത്ഥം, എപ്പോഴാണ് ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ ദൈവവചനം സ്പർശിക്കുന്നതെന്ന് നമുക്കറിയുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് നമ്മെ ഏൽപ്പിക്കുന്ന വചനം നമ്മൾ ശക്തമായി പറഞ്ഞിരിക്കണം. ഞാൻ മടങ്ങി വരട്ടെ. അവരന്ന് രാത്രി ആ ക്രൂശിന്മേൽ വെച്ച് ആ കള്ളൻ കർത്താവിനെ അറിയുവാനിടയായി. അന്ന് അവൻ പർദീസയിലേക്ക് പ്രവേശിപ്പാനായിട്ടിടയായി. അങ്ങനെയെങ്കിൽ മനുഷ്യനെ ഓർക്കുന്ന ഒരു ദൈവമുണ്ട് പ്രിയപ്പെട്ടവരെ. എന്നെ ഇന്നാരും മറന്നല്ലോ ഓർത്ത് ആരും നിരാശപ്പെടേണ്ട. എന്നെ കേൾക്കുന്ന ദൈവമൈതലേ, നിന്നെ എല്ലാവരും കൈവിട്ടു എന്ന് ഓർത്ത് നീ നിരാശപ്പെടേണ്ട. എന്നെയും നിങ്ങളെയും ഓർക്കുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. ഹല്ലേലൂയ. നോഹയെ ഓർത്ത ദൈവം, അബ്രഹാമിനെ ഓർത്ത ദൈവം, ക്രൂശിൽ കിടക്കുന്ന കള്ളനെ ഓർത്ത ദൈവം ഇന്ന് രാത്രി നമ്മെ ഓർക്കുന്ന ദൈവമാണെന്ന് നാം മറന്നു പോകരുത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. മറ്റൊരു ഭാഗം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. നമുക്കറിയാം, യോസഫ് കാരാഗൃഹത്തിന്റെ ഉള്ളിലായി തീർന്നിരിക്കുകയാണ്. പക്ഷേ ആ യോസഫിന്റെ ചരിത്രം നമ്മൾ വായിച്ചു നോക്കിയാൽ കൂടെ കൂടെ എഴുതിയിരിക്കുന്ന ഒരു പദമുണ്ട്, യോസഫിനോട് കൂടെ യഹോവ ഉണ്ടായിരുന്നു. ഇന്ന് രാത്രി യോസഫിനെ കുറിച്ച് വിളിച്ചു പറയുമ്പോൾ ഞാൻ പറയട്ടെ, ദൈവം നിനക്കൊരു ദർശനം തന്നിട്ടുണ്ടെങ്കിൽ ആ ദർശനത്തിന്റെ പര്യാവസാനത്തിലേക്ക് നമ്മെ ദൈവം നടത്തുന്ന ദൈവമാണ്. ദൈവം തന്നിരിക്കുന്ന ആ ദർശനത്തിന്റെ നിവൃത്തിയിൽ എത്തിച്ചേരുവാൻ കഴിയാതെ വണ്ണം സഹോദരന്മാര് തടസ്സമായി നിന്നെന്ന് വരാം, ഒട്ടക്കുഴി തടസ്സമായി നിന്നെന്ന് വരാം, ഒത്തിപ്പേറിന്റെ ഭവനവും ഒത്തിപ്പേറിന്റെ ഭാര്യയും തടസ്സമായി നിന്നെന്ന് വരാം, കാരാഗൃഹവും നിനക്ക് തടസ്സമായി നിന്നെന്ന് വരാം. ദർശനമുള്ളവന് മാത്രമേ പ്രതികൂലങ്ങളുള്ളൂ കേട്ടോ. നിന്നോടല്ല പ്രതികൂലം, നിന്റെ ദർശനത്തോടാണ് ലോകത്തിന്റെ പ്രതികൂലമെന്ന് മറക്കരുത്. ദൈവദാസനെ, ദൈവം തന്നിരിക്കുന്ന ഒരു ദർശനമുണ്ടെങ്കിൽ ആ ദർശനത്തിന്റെ സമാപ്തിയിലേക്ക് ദൈവം നിന്നെ നടത്തുവാൻ ശക്തനായ ദൈവമാണ്. ഒരുപക്ഷെ സഹോദരന്മാർ അതിനെതിരായി തീർന്നേക്കാം, ഒട്ടക്കുഴി എതിരായി തീർന്നേക്കാം, ഒത്തിപ്പേറിന്റെ ഭവനം നിനക്കെതിരായി തീർന്നേക്കാം, കാരാഗൃഹം എതിരായി തീർന്നേക്കാം. പക്ഷേ ദർശനം തന്ന ദൈവത്തിനറിയാം നിന്നെ അതിന്റെ സമാപ്തിയിലേക്ക് എത്തിക്കുവാൻ. ഇന്ന് രാത്രികാലം പറയട്ടെ, കാരാഗൃഹത്തിൽ യോസഫ് കിടക്കുമ്പോൾ
ഫറവോന്റെ 2 ഉദ്യോഗസ്ഥന്മാരവിടെ കുറ്റക്കാരായിട്ട് കടന്നു വരുവാനിടയായി. ഒന്ന് പാനപാത്രവാഹകനും മറ്റൊന്ന് അപ്പക്കാരനുമായ മറ്റൊരു വ്യക്തിയും. അങ്ങനെ ആ കാരാഗൃഹത്തിൽ അന്ന് രാത്രി അവർ കിടക്കുമ്പോൾ രണ്ടുപേരും ഓരോ സ്വപ്നങ്ങൾ കാണുവാനിടയായി. രാവിലെ സമയം ഈ സ്വപ്ന നിമിത്തമായിട്ട് അവർ ഭാരപ്പെട്ടിരിക്കുമ്പോൾ യോസഫ് ചോദിച്ചു, സഹോദരന്മാരെ, എന്താണ് നിങ്ങൾ ഇങ്ങനെ ഭാരപ്പെട്ടിരിക്കാൻ കാരണം? അവർ പറഞ്ഞു, ഇന്നലെ ഞങ്ങൾ ഓരോ സ്വപ്നങ്ങൾ കണ്ടു, അത് അർത്ഥം മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അപ്പക്കാരനോട് പറഞ്ഞു, നീ കണ്ടതായ സ്വപ്നത്തിന്റെ ഒരു അർത്ഥമുണ്ട്. 3 ദിവസം കഴിയുമ്പോൾ രാജാവ് നിന്നെ കൊല്ലും, നിന്റെ ശരീരം ഒരു മരത്തിന്മേൽ തൂക്കും, അത് പക്ഷികൾ കൊത്തിക്കൊണ്ടു പോകും. എന്നാൽ പാനപാത്രവാഹനോട് പറഞ്ഞു, അതെ, 3 ദിവസം കഴിയുമ്പോൾ നിനക്ക് നഷ്ടപ്പെട്ട ജോലിയിലേക്ക് നിന്നെ തിരിച്ചെടുക്കുമെന്ന് പറയുവാനായിട്ടിടയായി. പ്രിയപ്പെട്ടവരെ, യോസേഫ് പറഞ്ഞതുപോലെ തന്നെ സംഭവിപ്പാനിടയായി. എന്നാൽ പാനപാത്രവാഹകൻ ഫറവോന്റെ കൊട്ടാരത്തിലേക്ക് നഷ്ടപ്പെട്ട ജോലി തിരിച്ചു കിട്ടിയപ്പോൾ മടങ്ങിപ്പോകാൻ തുടങ്ങുമ്പോൾ യോസഫ് ഒരു കാര്യം പറഞ്ഞു, ഓർപ്പിച്ചു, എന്നെ മറന്നു പോകരുത്, എന്നെ കൂടെ ഓർത്തുകൊള്ളണം. പക്ഷേ ഒരു കാര്യം നമുക്കറിയാം, യോസേപ്പിനെ അവൻ ഓർത്തില്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഓർക്കാമെന്ന് പറഞ്ഞ പലരും മറന്നുപോയ സന്ദർഭങ്ങൾ ജീവിതത്തിലുണ്ട്. പക്ഷെ അവർ ഓർക്കാതിരുന്നതിനെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. കാരണം ദൈവം നമ്മെ ഓർക്കുന്നൊരു സുദിനമുണ്ട്. ഹല്ലേലൂയ. എന്നാൽ യോസേപ്പിനെ ഓർക്കേണ്ട ഒരു സന്ദർഭം ദൈവം ആ രാജ്യത്ത് ഒരുക്കി കേട്ടോ. അത് കൊട്ടാരത്തിൽ പാർക്കുന്ന രാജാവിനുണ്ടായതായ സ്വപ്നമാണ്. ആ സ്വപ്നം വിവരിച്ച് അർത്ഥം പറയുവാൻ ആരുമില്ലാതെ വന്നപ്പോൾ ആരെയാണ് വിളിച്ചത്? യോസേപ്പിനെ. കാരാഗൃഹത്തിൽ കിടന്നപ്പോൾ കൃപയൊന്നും കുറഞ്ഞില്ല കേട്ടോ. ഹല്ലേലൂയ. നേരത്തെ ഉണ്ടായിരുന്ന കൃപ എന്തായിരുന്നു? സ്വപ്നം കാണാനുള്ള കൃപയാണ്. പക്ഷേ പ്രതികൂലങ്ങളൊക്കെ അനുഭവിച്ച് മുൻപോട്ട് വന്നപ്പോൾ ഒരു കൃപാവരം കൂടെ കൂടിക്കിട്ടി, വ്യാഖ്യാനിക്കാനുള്ളതായിരിക്കുന്ന കൃപാവരം. ഫറവോൻ കണ്ടതായിരിക്കുന്ന സ്വപ്നം വ്യാഖ്യാനിച്ചു പറഞ്ഞപ്പോൾ ഫറവോൻ പറയുകയാണ്, നിന്നെ ഞാൻ ദൈവാത്മാവുള്ള ഒരു മനുഷ്യനായിട്ടാണ് കാണുന്നത്. പ്രിയപ്പെട്ടവരെ, എത്രയോ അത് ശ്രേഷ്ഠമായിരിക്കുന്ന ഒരനുഭവം. ദൈവം യോസേപ്പിനെ ഓർത്തു കഴിഞ്ഞപ്പോൾ ഇന്നലെ കാരാഗൃഹത്തിൽ കിടന്ന യോസേപ്പ് ഇന്ന് ആരായെന്നറിയാമോ? ആ മിസ്രയീമിന്റെ ഭരണാധികാരിയായി മാറുവാനിടയായി. കൊട്ടാരത്തിന്റെ സിംഹാസനത്തിൽ അവനെ ഇരുത്തുവാൻ ദൈവം ശക്തിയുള്ളവനാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. ഹല്ലേലൂയ. നമ്മെ ഓർക്കുന്ന ഒരു ദൈവം ഇന്ന് രാത്രി ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ നിങ്ങളെ ഓർക്കുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ. നോഹയെ ഓർത്ത ദൈവം, അബ്രഹാമിനെ ഓർത്ത ദൈവം, ആമേൻ. ആ ക്രൂശിൽ കിടന്ന കള്ളനെ ഓർത്ത ദൈവം, യോസേപ്പിനെ ഓർത്ത ദൈവം ഇന്ന് രാത്രി മീറ്റിംഗിൽ സംബന്ധിക്കുന്ന എന്നെയും നിങ്ങളെയും ഓർക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ദൈവം ഓർത്തു കഴിഞ്ഞാൽ നമുക്കൊരു സമാപ്തി ഉണ്ട്. ഹല്ലേലൂയ. ദൈവം സ്തുതികളെ മാറ്റുന്ന ദൈവമാകട്ടോ. ദൈവം ഓർത്തു കഴിഞ്ഞാൽ അത് ദൈവം ഉയർത്തുന്ന ദൈവമാണ്. 136 സങ്കീർത്തനം 23 വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, താഴ്ചയിൽ നമ്മെ ഓർത്തവന് അവന്റെ ദയ എന്നേക്കുമുള്ളത്. കണ്ടോ, താഴ്ചയിലിരിക്കുന്ന മനുഷ്യനെ ദൈവം ഓർത്താൽ അവൻ ഉയരത്തിലേക്ക് കടന്നു വരുവാനായിട്ടിടയാണ്. ഇന്ന് പകലിൽ ഞങ്ങളുടെ സെന്ററിന്റെ മാസയോഗമായിരുന്നു. ആ മാസയോഗത്തിൽ ഞാൻ ഓർപ്പിച്ചൊരു കാര്യമുണ്ട്. നമ്മൾ കടന്നു വന്ന വഴികൾ ആരും മറക്കരുത്. ഇന്നലത്തെ അനുഭവങ്ങൾ ആരും മറന്നു കളയരുത്. കഴിഞ്ഞ നാളുകളിൽ ദൈവം നമ്മെ കൊണ്ടുവന്നതായ വഴികൾ എത്ര അത്ഭുതകരമാണ്. അസാധാരണമായിരിക്കുന്ന വഴിയിലൂടെ ദൈവം നമ്മെ നടത്തി ഇപ്പോൾ ആയിരിക്കുന്ന സ്ഥാനത്ത് നമ്മൾ എത്തിച്ചേർന്നത്. പ്രിയപ്പെട്ട ദൈവത്തിന്റെ പൈതലെ, ദൈവത്തിന്റെ കൃപ ഒന്ന് മാത്രമാണ്. നമ്മുടെ ഹൃദയം ഒരിക്കലും
നിഗളിക്കുവാനായിട്ടിടയാകരുത്. ദൈവസന്നിധിയിൽ എപ്പോഴും പറയണം, കർത്താവേ, എന്നെ കൊണ്ടുവന്ന വഴികൾക്കായി സ്തോത്രം, എനിക്ക് തന്ന നന്മകൾക്കായി സ്തോത്രം, എനിക്ക് ലഭിച്ചതായിരിക്കുന്ന പദവികൾക്കായി സ്തോത്രം, എനിക്ക് ലഭിച്ചതായിരിക്കുന്ന ആത്മീയ നന്മകൾക്കായി സ്തോത്രം എന്ന് പറഞ്ഞുകൊണ്ട് നാം ദൈവത്തെ സ്തുതിക്കേണ്ടവരാണ്. ഹല്ലേലൂയ. എബ്രായ ലേഖനം 2-ാം അധ്യായം 6-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചു, മനുഷ്യനെ ഓർക്കേണ്ടതിന് അവൻ എന്ത്, ഹല്ലേലൂയ, കൃമികളാകുന്ന നമ്മെ, പൊടിയായിരിക്കുന്ന നമ്മെ ഓർക്കുന്ന ഒരു ദൈവമുണ്ട് എന്നാണ് ഇന്ന് രാത്രി നമുക്ക് ചിന്തിപ്പാനായിട്ടിടയായത്. എന്നെ ഓർക്കുന്ന ദൈവം നിങ്ങളെയും